ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 6ലെ ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ബാദൽ എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഡോക്ടർ ശ്രീപ്രസാദിൻ്റെ കവിതയാണ്. ആദ്യത്തെ യൂണിറ്റിലെ നീലിച്ചെടിയ, റൂറു, അതിലെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ. ഇനി നമുക്ക് ബാദൽ നോക്കാം. ബാദൽ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷനും അർത്ഥങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിലെ ചോദ്യോത്തരങ്ങളുണ്ട്, 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ ആക്ടിവിറ്റീസും നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റ് ആണ് അനൂട്ടി ചാങ്ക്യാം എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. അതിലാദ്യം ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. വാഹ് കിത്തന സുന്ദർ മസാൽ ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു ഭംഗിയൊക്കെയാണ്. മഴ പെയ്യുന്നു, തുമ്പികൾ പാറി നടക്കുന്നു, ആ സന്തോഷമാണ് മഴ പെയ്യുന്നതിൻ്റെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അവിടെ മേഘങ്ങളെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മേഘവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ പോയം വരുന്നത്. കവിത, ശ്രീപ്രസാദിൻ്റെ കവിതയാണ് ബാദൽ. നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. കാലേ കാലേ പാനി വാലേ ആസ്മാൻ മേ ബാദൽ ആയേ ബോലോ കേസെ ആക്കർ ഛായേ. അപ്പോൾ കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. ഇരുണ്ട എന്നാണ് ഇവിടുത്തെ മീനിങ്. കാലേ കാലേ പാനി വാലേ എന്താ മീനിങ്? കറുത്തിരുണ്ട വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാർമേഘം ആകാശത്ത് വന്നു. ആ 2 ലൈൻ്റെ അർത്ഥമാണ്. കാലേ കാലേ പറഞ്ഞാൽ കറുത്തിരുണ്ട, പാനി പറഞ്ഞാൽ വെള്ളം, ആസ്മാൻ പറഞ്ഞാൽ ആകാശം, ബാദൽ മേഘം, ആയേ വന്നു. ഓക്കെ, കാലേ കാലേ പാനി വാലേ ആസ്മാൻ മേ ബാദൽ ആയേ. കറുത്തിരുണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാർമേഘം ആകാശത്ത് വന്നു. ഈ കാർമേഘത്തിൽ വെള്ളം നിറയെന്ന് പറഞ്ഞാൽ ആ കറുത്ത മേഘം പിന്നീട് മഴയായിട്ട് പെയ്യുകയാണല്ലോ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഈ വെള്ളം നിറങ്ങിയ എന്നിവിടെ പറയുന്നത്. ബോലോ കൈസെ ആക്കർ ഛായേ, പറയൂ എങ്ങനെയാണ് ഇത്രയും വ്യാപിച്ചത്. അതായത് കാർമേഘം ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ പരന്ന് പരന്ന് ഫുൾ കവർ ചെയ്യണ പോലെയോ പൊതിയുന്നത് പോലെയോ വ്യാപിച്ചു. പറയൂ എങ്ങനെയാണ് ഇവിടെ വന്ന് വ്യാപിച്ചതെന്ന്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റാൻസ. ഹവ പക്കഡ്കർ ലാത്തി സർസർ ചായേ ജൈസെ കാലേ കമ്പൽ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. പക്കഡ്കർ പിടിക്കുക, കാറ്റിനെ പിടിക്കുക. ലാത്തി സർസർ, അപ്പോൾ കാറ്റ് വരുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും. കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, ആ സർസർ എന്ന് പറഞ്ഞൊരു സൗണ്ട്. ചായേ ജൈസെ കാലേ കമ്പൽ, എന്താണ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപിക്കുക എന്നാണ് കേട്ടോ. എങ്ങനെ വ്യാപിച്ചു? കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു. ഒരു കറുത്ത കമ്പിളി എങ്ങനെയാണോ പൊതിയുക, മൊത്തം നമ്മളെങ്ങനെ കവർ ചെയ്യാനല്ലേ കമ്പിളി പൊതിക്കാനല്ലേ ഉപയോഗിക്കുക, അതെങ്ങനെ പൊതിക്കുന്നു അതുപോലെ ആകാശത്ത് കറുത്ത കാർമേഘങ്ങൾ വന്ന് പൊതിഞ്ഞു, നിറഞ്ഞു കേട്ടോ. കാറ്റിനെ പിടിച്ചുകൊണ്ട് സർസർ എന്ന ശബ്ദത്തോട് കൂടിയിട്ട് കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ മീനിങ്. ആ കാറ്റിനെ പിടിച്ചുകൊണ്ട് ആ ലാത്തി സർസർ, സർസർ ശബ്ദത്തോടു കൂടി എന്ത് സംഭവിച്ചു? ഒരു കറുത്ത കമ്പിളി പുതപ്പ് പോലെ കാർമേഘം മൂടി, മൊത്തം പുതപ്പിച്ചു, ആകാശത്ത് വന്ന് മൂടുകയാണ്. കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ, മേഘങ്ങൾ എത്ര മനോഹരമാണ്. കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ എത്ര മനോഹരമാണ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റാൻസ. പേടോം ജൈസെ ബേഡോം ജൈസെ. പേടെന്ന് പറഞ്ഞാൽ മരമാണ്, ബേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്മരിയാടാണ് കേട്ടോ. അപ്പം മരങ്ങൾ പോലെ, ചെമ്മരിയാടുകൾ പോലെ എന്നാണ് കേട്ടോ അതായത് ചിലപ്പോൾ നമുക്ക് ഈ മേഘങ്ങളൊക്കെ നമ്മൾ നോക്കി ഓരോ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, മേഘങ്ങളുടെ കൂട്ടങ്ങൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നും. ചിലപ്പോൾ എന്താ പറയുക, ചൂലിൻ്റെ ഷേപ്പിൽ കാണാൻ പറ്റാറുണ്ട്. പിന്നെ അതുപോലെ ചെമ്മരിയാടിൻ്റെ ഷേപ്പിൽ, അതുപോലെ തന്നെ പല ഷേപ്പിൽ നമുക്ക് മേഘങ്ങൾ കാണും.
അപ്പോൾ പേടോം ജൈസെ ബേഡോം ജൈസെ, മരങ്ങൾ പോലെ, ചെമ്മരിയാടിൻ്റെ ഷേപ്പുകൾ പോലെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ, അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ലത്തെ ജൈസെ ചൽത്തെ ഗോഡെ, പിന്നെ എങ്ങനെയാ ഈ കുതിരകൾ ഇങ്ങനെ നടക്കില്ലേ, കുതിരകൾ നടക്കുന്നത് പോലെ മേഘങ്ങൾ അങ്ങനെയൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുകയാണ് കേട്ടോ. നമുക്ക് സങ്കല്പിക്കുക, അതായത് ആക്ച്വലി അങ്ങനെയല്ല, അത് ഈ കുതിരയോ മരമോ ചെമ്മരിയാടോ ഒന്നും അല്ല, അതിൻ്റെ ഷേപ്പ് പോലെ. ബൻ ജാത്തെ ഹാത്തിക്ക് ജോഡെ, പിന്നെയോ അതുപോലെ തന്നെ ആനകളുടെ ജോഡിയില്ലേ, ജോഡിയെ പറഞ്ഞാൽ ജോഡിയാണ് കേട്ടോ, അതുപോലെ ഒക്കെ തോന്നുന്നു എന്നാണ് പറയണത്. നടക്കുന്ന കുതിരയെ പോലെ, ഒരു ജോഡി ആനകളെ പോലെയൊക്കെ മേഘങ്ങൾ ആയി മാറുകയാണ്. ഇതാണ് ഷേപ്പ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടല്ലോ, ആനകളുടെ ഒരു ജോഡിയാണ്, ഇപ്പുറത്തേക്കൊരു ആനേനെ പോലെ ഇപ്പുറത്തേക്ക് ഒരു ആനേനെ പോലെയൊക്കെ. അപ്പോൾ ഒരു ജോഡി ആനയെ പോലെയൊക്കെ മേഘങ്ങളുടെ ഷേപ്പ് അങ്ങനെ മാറണം, ഉരുണ്ടു കൂടുകയാണ് കേട്ടോ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നൻഹേ ജൽകൺ ഗയേ ബാപ്പ് ബൻ. നൻഹേ ജൽകൺ പറഞ്ഞാൽ ചെറിയ ജലകണങ്ങൾ, വെള്ളത്തുള്ളികൾ. ചെറിയ ജലകണങ്ങൾ നീരാവിയായി മാറുന്നു. ബാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബാഷ്പം എന്നാണ് മീനിങ് വരിക. ഇവിടെ നമുക്ക് നീരാവിയും ബാഷ്പവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ബാപ്പ് എന്ന് പറഞ്ഞാൽ നീരാവി അല്ലെങ്കിൽ ബാഷ്പം, നമുക്ക് വേണമെങ്കിൽ ബാഷ്പമായിട്ട് മാറാന്നറിയില്ലേ, നീരാവിയായിട്ട് മാറും എന്നറിയാലോ നിങ്ങൾക്ക്. ബാബ് ബൻ, നൻഹി ജൽക്കൺ ചെറിയ ജലകണങ്ങൾ എന്തായി മാറി, ബാഷ്പമായി, നീരാവിയായി മാറുന്നു. ഉസി ബാബ്നെ ഡണ്ടക് പായി, ആ ബാഷ്പം, ആ നീരാവി തണുത്തുറയുന്നു. മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വേറെ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് കേട്ടോ. അതായത് വെള്ളത്തുള്ളികൾ നീരാവിയായി ആകാശത്തേക്ക് എത്തുന്നു, ആകാശത്തെത്തി തണുത്തുറങ്ങി അത് വീണ്ടും മഴയായി പെയ്യുന്നു. ഇതാണല്ലോ മഴയിൽ നടക്കുക. ഇവിടെ അത് തന്നെയാണ്. നൻഹി ജൽഗൺ ഗയേ ബാബൻ, ചെറിയ ജലകണങ്ങൾ നീരാവിയായി മാറുന്നു. ഉസി ബാപ്നി ഡണ്ടക് പായി, ആ നീരാവി തണുത്തുറഞ്ഞു, എന്നിട്ട് മേഘങ്ങൾ പെയ്തു. ബാദൽ ബർസെ, ആ തണുത്തുറഞ്ഞ് കാർമേഘങ്ങളായി അത് മാറുന്നു. എന്നിട്ട് എന്താ, ബാദൽ ബർസെ ബർസ ആയി. ബാദൽ ബർസെ പറഞ്ഞാൽ മേഘങ്ങൾ പെയ്തു എന്നാണ് മീനിങ്. ബർസ ആയി, മഴ പെയ്തു. ഓക്കെ, മേഘങ്ങൾ പെയ്തു, മഴ പെയ്തു. മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ്, കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്. എങ്ങനെയാ മഴ വരുന്നത്? ഒരു സൗണ്ടോട് കൂടിയാണ് അല്ലേ, അതിനെയാണ് ഇവിടെ കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്, ആ ശബ്ദത്തോടു കൂടിയാണ് വരുന്നത്. ബിച്ചലി ബാദൽ കോ ചംകായേ. എന്താണ് ബിച്ചലി? മുഴക്കങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ആദ്യത്തെ ലൈൻ്റെ മീനിങ്. രണ്ടാമത് ബിച്ചലി പറഞ്ഞാൽ ഇടിമിന്നലാണ്. ഇടിമിന്നൽ മേഘങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ബിച്ചലി ബാദൽ, അതായത് ഇടിമിന്നൽ മേഘങ്ങൾ, ബിച്ചലി ഇടിമിന്നൽ, ബാദൽ മേഘങ്ങൾ, ചംകായെ പ്രകാശിപ്പിക്കുന്നു. ആ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ മേഘങ്ങൾ തെളിഞ്ഞു കാണാണ്, പ്രകാശിക്കുന്നു കേട്ടോ. അന്തിയാരേമേ റാദിക്കായെ, അതുപോലെ തന്നെ ഇരുട്ടിൽ ഈ മിന്നൽ എന്ത് കാണിക്കും? വഴി കാണിക്കുന്നു. നമുക്ക് ആ ഒരു ഇടിമിന്നൽ വരുന്ന സമയത്ത് മാത്രം നമുക്ക് കാണുമല്ലോ പുറത്തുള്ളത്, ആ വെളിച്ചത്തിൽ, അതാണ് പറയുന്നത്. ഇരുട്ടിൽ വഴി കാണിക്കുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ, മോർ മകൻ മൻ ജൂം ജനൻ ജൻ, ജൂം ജൂം കർ നാശ് ദിക്കായേ, ഗുഷ് ഹോ ഹോക്കർ ഗാന ഗായേ. അപ്പോൾ മോർ പറഞ്ഞ മയിലാണ്. മയിൽ അതിൻ്റെ നൃത്തത്തിൽ മുഴുകിയിരിക്കുന്നു. ഈ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്, സന്തോഷം മയിലുകൾക്കാണ് കേട്ടോ. മഴ വരുന്ന ടൈമിലൊക്കെ അത് എന്ത് ചെയ്യും, മഴ വരുന്നു എന്നുള്ള അതായത് തന്നെ അത് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അല്ലേ. അപ്പം ജൂം ജൂം കർ നാശ് ദിക്കായേ, മയിൽ അതിൻ്റെ നൃത്തത്തിൽ മുഴുകിയിരിക്കുന്നു. അത് സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യുന്നു. ജൂം ജൂം കർ നാശ് ദിക്കായെ പറഞ്ഞ ഡാൻസ്, നാശ് പറഞ്ഞ ആടുക, ഡാൻസ് ചെയ്യാന്നാണ് കേട്ടോ. ഗുഷ് ഹോ ഹോക്കർ ഗാന ഗായെ, പിന്നെയോ സന്തോഷത്തോടു കൂടി പാട്ട് പാടുകയും ചെയ്യുന്നു. ഗുഷ് ഹോക്കർ ഗാന ഗായെ എന്ന് പറഞ്ഞാൽ ഗുഷ് ഹാപ്പി ആവുക, ഗാന പാട്ട് പാടുക കേട്ടോ. ഗാന ഗായെ പാട്ട് പാടുക. ബർസെ ബാദൽ കൽക്കൽ ചൽചൽ, മഴ പെയ്യാണ്, മേഘങ്ങൾ മഴയായി പെയ്തു. ബർസെ ബാദൽ കൽക്കൽ ചൽചൽ, ആ സൗണ്ടാണ് കേട്ടോ. മേഘങ്ങൾ മഴയായി പെയ്തു. തൈർ ചലി കാഗസ് കി നയ്യ,
ഈ തൈർ ചലി എന്ന് പറഞ്ഞാൽ തൈർ ചലി പറഞ്ഞാൽ നീന്തുക എന്നാണ് കേട്ടോ മീനിങ്. തൈർ ചലി നീന്തുക. കാഗസ് കി നയ്യ പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കി വിടാറില്ലേ നിങ്ങൾ? അതായത് പേപ്പർ ബോട്ട് പോലെ ആ കടലാസ് തോണി എന്ത് ചെയ്യുന്നുണ്ട്? ഈ മഴ വെള്ളത്തിൽ കടലാസ് തോണി ഇങ്ങനെ പോകുന്നുണ്ട്, പൊങ്ങിക്കിടന്ന് പോകുന്നുണ്ട്. തൈർ ചലി കാഗസ് കി നയ്യ, കടലാസ് തോണി പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നീന്തുന്നു, പൊങ്ങി ഇങ്ങനെ പോവാണ്. അടുത്തത് പൂൻ ചുടാക്കർ ഭാഗി ഗയ്യ. ഗയ്യ പശുവാണ്. പക്ഷെ ഈ ഇടിമിന്നലൊക്കെ ആർക്ക് പേടിയാണ്? ഇടിമിന്നലും മഴയൊക്കെ വരുന്നത് പശുക്കൾക്ക് പേടിയാണ്. പശു നേരെ എന്താ ചെയ്യുക? വാലും പൊക്കി ഓടി. പശു വാലും പൊക്കിക്കൊണ്ട് ഓടി. മഴ വരുന്ന സൗണ്ടും മഴയൊക്കെ പശുവിന് പറ്റില്ല. പശു എന്ത് ചെയ്തു? പൂൻ ചുടാക്കർ ഭാഗി ഗയ്യ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാദൽ എന്ന കവിത വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കുള്ളത് ഇതിൽ 2 ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസും ആണ്. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണം, ആക്ടിവിറ്റീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. മോശമായിട്ടുള്ള കമൻറ്റുകളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യണതായിരിക്കും. ആൻസേഴ്സ് നമ്മൾ തരുന്നതായിരിക്കും എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് മോശമായിട്ടുള്ള കമൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിടുന്നതായിരിക്കും. യൂണിറ്റ് ടെസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു, അതുകൊണ്ടാണ് അതിൽ ആൻസർ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇനിയുള്ള എല്ലാത്തിലും നമ്മൾ ആൻസറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.